അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഓൾ കേരള ട്രിപ്പിൽ കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാടായിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. തളിപ്പറമ്പെന്നും 13 കിലോമീറ്റർ ദൂരെ മാറി നിൽക്കുന്ന ഒരു എന്താ പറയുക ചരിത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ മാടായിപ്പാറയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഒരു എന്താ പറയുക നല്ലൊരു ഗോൾഡ് കളർ പോലെയൊക്കെ ആയിട്ട് ഒരു റോസ് കളർ പോലെയൊക്കെ ആയിട്ട് നല്ല പുല്ലുകളൊക്കെ ഉണ്ട്. അത് കണ്ട കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മളെ തിരമാല വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാടായിപ്പാറയിലെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടാറിങ്ങല്ല റോഡ് ടാറിങ്ങല്ല, കോൺക്രീറ്റ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് ഇത് തന്നെയാണ് പോകുന്ന കുറേ ദൂരത്തോളം കാണാൻ പറ്റുന്നത്. കടൽ പോലെ വ്യാപിച്ചു കിടക്കുകയാണ്. ഗൈസ്, ഈ മാടായിപ്പാറേൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ക്ഷേത്രം കാണാം. പിന്നെ അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിനോട് തൊട്ടിട്ടൊരു കുളവും കാണാം. ക്ഷേത്രക്കുളമാണെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് നോക്കാം. കെട്ടിയിട്ട് നല്ല മനോഹരമാക്കി സെറ്റാക്കി വെച്ചിട്ടൊന്നുമില്ല, നോർമൽ ഒരു ചെറിയൊരു കുളം അത്ര തന്നെ. ഇപ്പോൾ നല്ല അടിപൊളി സ്ഥലത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി സ്ഥലത്താണ് ഈ ഒരു കുളവും നിൽക്കുന്നത്. അതാണ് നമ്മളെ റോഡ്. അത് റോഡ്, അതാണ് കുളം. ഇവിടെ വരി കുളം വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നമ്മളെ കായൽ പോലെ. യെസ്, നടക്കല്ലേ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു ജൂതക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കുളം പോലത്തെ സെറ്റപ്പാണ്. പഴയ കാലത്ത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജൂതന്മാർ വന്നിട്ട് ഇവിടെ എന്താ പറയുക ഒരു കുളം ഉണ്ടാക്കിയിട്ട് എന്താ പറയുക അതിപ്പം ഇവിടെ എന്താ പറയുക ഒരു ചരിത്രം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല, ഇനി അടിയിൽ കല്ലുമുൾച്ചെടി എവിടെയുള്ള എന്നൊക്കെ പറയാൻ അതും പറയാൻ എടാ ഇവിടെ ഒരു ഉഴുത് മറച്ചതിൻ്റെ ഒക്കെ ഇതാണ് ഗൈസ് ജൂതക്കുളം. ഇല്ല, അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടെത്തി. കുറേ തിരിഞ്ഞ് മറിഞ്ഞ് കളിച്ചു നമ്മളിത് കാണാൻ വേണ്ടിയിട്ട്. ഇത് അയ്യോ എടാ നല്ല ഹൈറ്റ് ഉണ്ടടാ, വെള്ളം ഉണ്ടടാ. ഗായ്സ്, ഇതാണ് ജൂതക്കുളം. ഇത് എന്താ പറയുക ഒരു ചെങ്കല്ല് പോലത്തെ ഒരു സെറ്റപ്പിലായതുകൊണ്ട് ഇതൊരിക്കലും വറ്റിപ്പോവാറില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. ഇതാണ് ജൂതക്കുളം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരു പശു ഇതാ കൂട്ടം തെറ്റിയിരുന്നു. ബാക്കിയുള്ള പശുവെല്ലാം അങ്ങോട്ട് വന്നു. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു കുളമാണ്. ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വർക്കും ഒക്കെ കറക്റ്റ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്തക്കാലത്തിൽ എന്താ പറയുക മെഷീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്ര പെർഫെക്ഷനിൽ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. നമ്മുടെ ചെങ്കല്ല് ചെത്തിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ കാണാൻ ചെറിയ പടികളും ഇവിടെയും പടികളൊക്കെ ആയിട്ട് എന്താ പറയുക ഇപ്പം ഇവിടെ വെള്ളമുണ്ട് എന്നുള്ളതാണ് മെയിൻ. ഇതൊരു കുറച്ച് ഹൈറ്റുള്ളൊരു പ്രദേശമാണ്. അങ്ങനെ ഗൈസ്, നല്ല ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഒരുപാട് എന്താ പറയുക പുരാതന കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറേ ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന മണ്ണാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക ചെറിയ സസ്യങ്ങളും നമ്മളെവിടെയും കാണാത്ത മോഡൽ ഒരു വെറൈറ്റി സാധനങ്ങളും. പിന്നെ എന്ന് വെച്ചാൽ ഇതൊക്കെ പാറയുടെ മുകളിലുണ്ട് എന്നാണ് പറഞ്ഞാലാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി ചെറിയ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരേനും ടേക്ക് കെയർ ആൻഡ് ബൈ.